ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വഴുതനയെ കൊണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ബിരിയാണിൻ്റെ കൂടെ നല്ലൊരു സൈഡ് ഡിഷാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റിയായ ഒരു ഡിഷാണ്. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചോറിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ ഒരു വഴുതനങ്ങ കൂട്ടാനുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട കേട്ടോ, ഇത് മാത്രം മതി, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഇത് തയ്യാറാക്കാനായി ആദ്യം നിലക്കടല ഒരു 50 ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉലുവ, ഒരു 1/2 ടീസ്പൂൺ ഉലുവയാണ് എടുത്തിട്ടുള്ളത്, അതും കൂടി ഒന്ന് വറുത്തെടുക്കുക. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. കൂട്ടി കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വഴുതനങ്ങ റെഡിയാക്കണം. അതിന് വേണ്ടി വഴുതനങ്ങ ഇതുപോലെ ഞാൻ 4 കീറാക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നല്ലൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ വഴുതനങ്ങ. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, ഇവയൊക്കെ ഒന്ന് എണ്ണയിൽ വാട്ടിയെടുക്കുക. അതൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് വലിയൊരു സവാള ഞാൻ എടുത്തിട്ടുണ്ട്, ചെറുതായി കട്ട് ചെയ്തതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് വാടി വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ, അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എണ്ണയിലൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലൊന്ന് വഴറ്റിയെടുക്കുക. നല്ലൊരു മണം വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, അതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക. ഇനി അതൊന്ന് നല്ലൊന്ന് ഈ എണ്ണയിലൊന്ന് വഴന്ന് വരട്ടെ. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ തക്കാളിയൊക്കെ നല്ലൊന്ന് വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലൊന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ വാട്ടി വെച്ച വഴുതനങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് പുളിയാണ്. ഞാനൊരു വലിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നല്ലൊന്ന് വെള്ളത്തിലിട്ട് പിഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിൽ വെള്ളം പോരാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നമ്മൾ നേരത്തെ കടലയും തേങ്ങയും ഒക്കെ കൂടി അരച്ച് വെച്ചില്ലേ, ആ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് നല്ല മിക്സാക്കി എടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിക്കുക. ഇപ്പോൾ കത്തിരിക്ക പച്ചടി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. വഴുതനങ്ങ ഇഷ്ടപ്പെടാത്തവർ പോലും ഇങ്ങനെ ഉണ്ടാക്കിയാൽ കഴിക്കും. ഇത് മാത്രം മതി, ചോറിനൊക്കെ വേറെ കൂട്ടാനൊന്നും വേണ്ടി വരില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ. താങ്ക് യു.